പ്രേക്ഷക പ്രിയ പരമ്പരകൾ പുതിയ സമയമാറ്റത്തോടെ ചട്ടമ്പിപ്പാറു എല്ലാ ദിവസവും രാത്രി 7 മണിക്കും കന്യാദാനം രാത്രി 7:30-നും. എന്താ സാർ? ഈ ഭൂമിയിൽ ഇതൊന്നും നടത്താൻ പറ്റില്ല. നടത്താൻ പറ്റില്ലെന്നോ? എന്താ കാര്യം? എന്റെ ഭൂമി കയ്യേറി ആവശ്യമില്ലാത്ത പണികൾ നടത്തിയിട്ട് എന്താ കാര്യമെന്നോ? ഈ ഭൂമി ഞാൻ വില കൊടുത്ത് വാങ്ങിയതാ. എന്റെ പേരിൽ കരം അടയ്ക്കുന്ന ഭൂമിയാ ഇത്. പെട്ടെന്ന് സ്ഥലം കാലിയാക്കാൻ നോക്കെല്ലാരും. വല്ലവരുടെയും പ്രോപ്പർട്ടി കൈയേറിയിട്ടാണോ കൺസ്ട്രക്ഷൻ നടത്തുന്നത്? വേഗം ഇറങ്ങാൻ നോക്കെല്ലാരും, അല്ലെങ്കിലേ അറസ്റ്റ് ചെയ്ത് മാറ്റേണ്ടി വരും. സാറ് കാര്യങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കുന്നത്. ഇത് 16 വർഷം മുമ്പ് ഞാൻ എൻ്റെ പേരിൽ വാങ്ങിയ ഭൂമിയാണ്. ഈ നിൽക്കുന്ന ഗൗതമിന് ഇവിടെ കൺസ്ട്രക്ഷൻ നടത്താനായി അനുവാദം കൊടുത്തിട്ടുള്ള എഗ്രിമെന്റ് ഞാനും ഗൗതമും തമ്മിലുണ്ട്. സാറിനെ ഇയാൾ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ഒരു തെറ്റിദ്ധാരണയില്ല. റീസർവേ നമ്പർ 310/3 പെടുന്ന ഈ ഭൂമി 10 വർഷം മുമ്പ് എന്റെ പേരിൽ വിലയാധാരം ചെയ്തതാ. ഇതങ്ങനെ വെറുതെ പറയുന്നതല്ല. എന്റെ പേരിൽ കരം അടച്ച റെസീറ്റ് ഉൾപ്പെടെ സകല ഡോക്യുമെന്റ്സും ഉണ്ട്. വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ മിസ്റ്റർ, നിങ്ങളിത് വാങ്ങിച്ചു എന്ന് അവകാശപ്പെടുന്നതിന് മുമ്പേ ഞാനിത് SG ഗ്രൂപ്പിൽ നിന്ന് വാങ്ങിയതാ. അതേ SG ഗ്രൂപ്പ് തന്നെയാണ് 10 വർഷം മുമ്പ് ഇത് എന്റെ പേരിൽ എഴുതി തന്നിരിക്കുന്നത്. എന്റെ പേര് ചന്ദ്രശേഖർ. നിങ്ങളിതൊന്ന് വായിച്ചു നോക്കണം മിസ്റ്റർ. അതെ, ഒരുപാട് ബോധ്യപ്പെടുത്താൻ ഒന്നുമില്ല. നിങ്ങളിവിടെ നിന്ന് ഒഴിഞ്ഞു തരുന്നോ അതോ അറസ്റ്റ് ചെയ്ത് മാറ്റണോ? എന്താ സാർ ഇത്? സാർ എല്ലാ ഡോക്യുമെന്റ്സും എൻ്റെ കയ്യിൽ തന്നതല്ലേ, പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സാർ, ഇവർ സ്വമേധയെ ഒഴിഞ്ഞു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കേസ് തന്നിട്ടുണ്ട്. ഭൂമി കയ്യേറിയത് ആരാന്ന് വെച്ചാൽ സാർ അവരെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആവശ്യം. നിങ്ങളല്ലേ ഗൗതം? നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യുക. വന്ന് ജീപ്പിൽ കയറി. ജീപ്പിൽ കയറാനോ? എന്തോ സാർ ഇത്? ഇവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കോടതി പോട്ടെന്നേ. നിയമമൊന്നും പഠിപ്പിക്കല്ലേ. ഭൂമി കയ്യേറ്റം എന്ന് പറയുന്നത് തൽക്കാലം ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ. ഇയാളെ എനിക്ക് കസ്റ്റഡിയിൽ എടുത്തേ പറ്റൂ. വന്ന് ജീപ്പിൽ കയറോ. പറയാനുള്ളത് പറഞ്ഞു. ഇനി ബലം പ്രയോഗിച്ച് പിടിച്ചോണ്ട് പോണോ? പിടിച്ച് വണ്ടി കയറ്റി ഇയാളെ. ഏയ് വേണ്ട സാർ, ഞാൻ എന്തായാലും സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം. ശരി. ഒന്ന് നിൽക്കണം. അല്ല സർ, ഏത് സ്റ്റേഷനിലേക്കാ സർ ഗൗതമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്? അത് പിന്നെ എന്താ സർ, സാറിന് കൃത്യമായി പറയാൻ ഒരു പോലീസ് സ്റ്റേഷൻ പോലും ഇല്ലേ? സാരമില്ല സാറേ, ഒരുപാട് ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട. പറഞ്ഞു തരാൻ സാറിന്റെ തലപ്പത്തുള്ള ഒരാളിപ്പോ വരും. ആ ദേ എത്തിക്കഴിഞ്ഞു, നോക്കിയാട്ടെ.
ഭൂമി പൂജ നടക്കുന്ന സമയത്ത് തന്നെ അത് മുടക്കാനായി ആളെത്തിയല്ലേ? ഏതോ ഒരു ഡോക്യുമെന്റ് കൊണ്ടാണ് സാർ വന്നേക്കുന്നത്. വെറും ഡോക്യുമെന്റ്സ് അല്ല സാർ. സാർ അതൊന്ന് വായിച്ചു നോക്ക്. ദാ സർ, ഇവര് കൊണ്ടുവന്ന ഡോക്യുമെന്റ്സ് ആണ്. സർ ഒന്ന് വായിച്ചു നോക്ക്. എന്റെ പേരിൽ കരമടച്ച രസീതും 10 വർഷം മുമ്പ് ഞാൻ വിലയാധാരം ചെയ്ത രേഖകളുമാണ് അതില്. വിലയാധാരം എഴുതി വെച്ചിരിക്കുന്നതേ 10 വർഷം മുൻപുള്ളൊരു ഡേറ്റിലാ. കള്ളങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണ്ടേ മുതലാളി? പത്ത് വർഷം മുൻപ് എഴുതിയ മുദ്രപത്രത്തിലെ ഡേറ്റ് ഇന്നലത്തെയാ. മഹേഷ് സാറേ ഒന്ന് നോക്കി. താൻ ആള് കൊള്ളാമല്ലോ. ഒരു ഫേക്ക് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിക്കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ? കഴിഞ്ഞിട്ടില്ല സർ. ഗോപാലകൃഷ്ണൻ സർ അതുകൂടി ഇങ്ങി തരും. ഹരീന്ദ്ര സാർ, ഇതാ മാഡം. ഇങ്ങനെ ഒരു ചതി നടക്കാൻ പോകുന്നു ഇന്നലെ തന്നെ ഞാൻ അറിഞ്ഞു സർ. രാത്രിയിൽ തന്നെ ഞാൻ ദാ ഈ ഗോപാലകൃഷ്ണൻ സാറിനെ വിളിച്ചിരുന്നു. സാറിന്റെ ഒരു ചെറിയ പിടിപാട്. ഇന്നത്തെ ഡേറ്റിൽ, അതായത് ഇന്ന് രാവിലെ വില്ലേജ് ഓഫീസിൽ നിന്നും എടുത്ത ഡോക്യുമെന്റ്സ് ആണിത്.